ചോദിച്ചപ്പോഴാണ് ഞാനുള്ള ഉത്തരം പറഞ്ഞ അനുവദനീയമാണ്. അത് പറയാൻ അത് ഉത്തരം പറഞ്ഞപ്പോ പിന്നെ വിശകലനം ചെയ്ത് അത് വൈകാരിക പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ പണിയെടുത്തുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ പിതാവിനെ കാപ്പിൽ വിളിക്കാനല്ല കൊല്ലണമെന്ന് പറയുന്നവരല്ല, നമുക്കങ്ങനെ വാദമില്ല. അവർ എന്ന് അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുന്ന ആളുകളെ സ്വത്ത് സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ വാദം. മാത്രമല്ല, അത് പേരിന് പോലും അംഗീകരിക്കാത്ത അബൂ ത്വാലിബിന്റെ സ്വത്ത് സ്വീകരിക്കുന്നിടത്ത് ഈ യും ഈ മര്യാദയുടെയും പക്ഷെ പ്രവാചക തിരുമേനിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി മര്യാദക്ക് വിരുദ്ധമായി ജീവിച്ചുകൊണ്ടാണോ? പ്രവാചക തിരുമേനി ധാർമ്മികത വിട്ടു ജീവിച്ചുകൊണ്ടാണോ? അല്ല, പ്രവാചക തിരുമേനി ധാർമ്മികമായ മുഴുവൻ മര്യാദകളും പാലിച്ചിട്ടുണ്ട്. പ്രവാചകൻ മാന്യമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ആ പ്രവാചക തിരുമേനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുവാനോ പറയുവാനോ പിന്നെ സ്വയം സമ്മതിച്ചിട്ടില്ലാത്ത അബൂ ത്വാലിബിന്റെ സ്വത്തും സംരക്ഷണവും സഹായവും സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു മുജാഹിദ് മകന് സ്വന്തം പിതാവായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിക്കുന്ന പിതാവിന്റെ സ്വത്തും സഹായവും സംരക്ഷണവും സ്വീകരിക്കാമെന്നും ആ പിതാവിന് തിരിച്ചും അതുപോലെ തന്നെ സ്വത്തും സഹായവും സംരക്ഷണവും നൽകാമെന്നും ആ ബന്ധം പുലർത്തി പോകാമെന്നുമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ അനുവദനീയമെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചത്. അത് അനാവശ്യമായ ഒരു വൈകാരിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്. അനുവദനീയമാണ് എന്ന് പറഞ്ഞതല്ലാതെ അനുവദനീയമാണ് എന്നതിന് യാതൊരു തെളിവ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു തെളിവ് ഉദ്ധരിച്ചില്ല. അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. യാതൊരു തെളിവ് മനസ്സ് തെളിവുണ്ടല്ലോ, ഒരു തെളിവും ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ അബൂതാലിബിന്റെ പ്രശ്നമാണ്. അബൂതാലിബിന്റെ വിഷയം ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. അബൂതാലിബിന്റെയും ഇവിടെ മുജാഹിദ് മകന്റെയും നബിയുടെയും സമീപനം രണ്ടും രണ്ടാണ്. അബൂതാലിബ് മുസ്ലിമായിട്ടില്ല എന്നാണ് മുജാഹിദ് പറഞ്ഞത്. അബൂതാലിബ് മുസ്ലിമായിട്ടില്ല. അവിടെ സംഭവിക്കുന്നത് ഒരു അമുസ്ലിമിന്റെ സഹായം സ്വീകരിക്കലാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. പിന്നെയോ, നേരത്തെ മുസ്ലിമാണ് എന്റെ പിതാവ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ പിതാവിനെ കുറിച്ച് വിശ്വസിക്കുന്നു മുസ്ലിമല്ല. അങ്ങനെ മുസ്ലിം അല്ലെന്ന് വിശ്വസിക്കുന്ന പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാമോ? ഇതാണ് വിഷയം. അബൂ താലിബ് നേരത്തെ തന്നെ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ പുറത്തായ വ്യക്തിയുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് വാദമില്ലെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു. ഇവിടെ സംഭവമല്ല. അബൂ താലിബ് ആദ്യം മുസ്ലിമായി, പിന്നെ രണ്ടാമത് അബൂ താലിബിനെ കുറിച്ച് റസൂൽ പറഞ്ഞു നിങ്ങൾ കാഫറാണെന്ന് പറഞ്ഞു. എന്നിട്ട് അക്കാഫറിന്റെ അനുഭവിക്കുന്നുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് വേണമെങ്കിൽ വാദത്തിനെങ്കിലും തെളിവാക്കമായിരുന്നു. ഇത് അങ്ങനെ ഒരു പ്രശ്നം അവിടെയല്ല. ഇയാൾ മുസ്ലിമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാമത് കാഫറായിട്ടില്ല. കാഫറായിട്ട് റസൂലുള്ളാഹിയുടെ സ്വത്ത് സ്വീകരിച്ച പ്രസ്താവന വെച്ചിട്ടില്ല. അപ്പൊ അത് ഈ വിഷയവുമായി ബന്ധമല്ല. ഇവിടെ പ്രശ്നം മുഴുവനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് അയാളുടെ സഹായം സ്വീകരിക്കാമോ അയാളുടെ സ്വത്ത് വാങ്ങാമോ ഇതിനെ കുറിച്ചല്ല. പിന്നെയോ, ഇസ്ലാമിലേക്ക് വന്ന വാപ്പ അയാൾ മുസ്ലിമാണ്. ആ മുസ്ലിമായ വാപ്പയെ കുറിച്ച് അയാൾ മുസ്ലിമായിരിക്കുമ്പോൾ ജന്മം നൽകിയ മകൻ ഇപ്പോൾ പറയുന്നു അയാൾ കാഫറാണ്. അങ്ങനെ കാഫറായ വാപ്പയുടെ സ്വത്ത് സ്വീകരിക്കാമോ? ഇതാണ് പ്രശ്നം. അതും അബൂ താലിബിന്റെ പ്രശ്നവും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. പിന്നെ വൈകാരിക പ്രശ്നമാക്കി മാറ്റിയതാണ്. സുഹൃത്തുക്കൾ, ഇത് വൈകാരിക പ്രശ്നമാണ്. ഞാൻ ആക്കേണ്ടതില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് 10-35 വയസ്സ് പ്രായമാകുമ്പോ ഞാൻ ജന്മം നൽകിയ എന്റെ മകൻ, ആ മകൻ ഇപ്പോൾ മുസ്ലിമായി മതത്തിൽപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകൻ 10-20 വയസ്സാകുമ്പോ എന്റെ മുഖത്ത് നോക്കി യാ മുഹിയത്തിനെന്ന് വിളിക്കുന്ന വാപ്പ നിങ്ങൾ കാഫറാണ് എന്ന് പറഞ്ഞാൽ വൈകാരിക പ്രശ്നം തന്നെയാണ്. ആ മകൻ എന്റെ സ്വത്ത് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ അനുവദനീയമാണെന്ന് വാദിക്കുമ്പോൾ അത് വികാരത്തിന്റെ പ്രശ്നം തന്നെയാണ്, ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ്. അതില്ല എന്നത് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇല്ലാതാവുകയില്ല. പിന്നെ വേറെ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കൊല്ലം നിർബന്ധമാണെന്ന് മുജാഹിദിന്റെ വാപ്പ. ഒരു മുജാഹിദും വാപ്പാനെ കൊല്ലം നിർബന്ധമാണെന്ന് പറയുന്നില്ല. അതെങ്ങനെ സുഹൃത്ത് നിങ്ങൾ വാദിക്കുക? മുഹിയത്തിനെന്ന് പറയുന്ന ഖബറിലേക്ക് നേർച്ച നേടുന്ന മനുഷ്യൻ മുസ്ലിക്കാണ്, അവനെ കൊല്ലം നിർബന്ധമാണ് എന്നല്ല പറയാ. ഇന്റെ വാപ്പ മുഹമ്മദിനെ കൊല്ലം നിർബന്ധമാണ് എന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ ഖബറിലേക്ക് നേർച്ച നേടുന്നവൻ, മഹാത്മാക്കളെ വിളിക്കുന്നവർ അവര് മുസ്ലിക്കാണ്, അവരെ കൊല്ലം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന വാപ്പയും അങ്ങനെ ചെയ്യുന്ന ഉമ്മയും ഒക്കെ പറ്റി. അപ്പൊ അങ്ങനെ ചെയ്യാം, കൊല്ലം നിർബന്ധമാണ്, മുസ്ലിക്കുകളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉപ്പയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ അവരുടെ സ്വത്ത് അനന്തരമായി അനുഭവിക്കുന്നത് അനുവദനീയമല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ചോദ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചില്ല. നിങ്ങൾ പറഞ്ഞ തെളിവ് വാദത്തിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ പരാമർശിച്ച വിഷയത്തിലും തെളിവല്ല. ആദ്യം അനുവദനീയമാണെന്ന് പറഞ്ഞു. തെളിവ് ചോദിച്ചപ്പോൾ തെളിവ് പറയുകയും ചെയ്തു. ആ തെളിവ് നിങ്ങൾക്ക് തെളിവല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കേണ്ടതല്ലാതെ ഞങ്ങൾ സൂചിപ്പിച്ച തെളിവാണ്. കാരണം അബൂ താലിബ് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചിട്ടില്ല. ആ ലാ ഇലാഹ
ത്വാലിബിന്റെ ഇതിന്റെ സമ്പത്തും സംരക്ഷണവും സഹായവും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചുവെങ്കിൽ വേറൊരു മാതൃകയോട് വരാനില്ല. കാരണം റസൂലുള്ളാഹിക്ക് പിന്നെ പിതാവ് ജീവിച്ചിട്ടില്ല. പിന്നീട് ഈ മഹത്ത് പിതാവും പിതൃവയുമായിരിക്കുന്ന അബൂ ത്വാലിബാണുള്ളത്. ആ അബൂ ത്വാലിബിന്റെ സംരക്ഷണം അബൂ ത്വാലിബ് മരണപ്പെടുന്നത് വരെ സ്വീകരിച്ചിട്ടുണ്ട്, സഹായം സ്വീകരിച്ചിട്ടുണ്ട്, സമ്പത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം പിതാവിന്റെ സമ്പത്ത് സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സമ്പത്ത് സ്വീകരിക്കുന്നതിനോ ഇതല്ല തിരിച്ചും ഖുർആൻ തന്നെ അവരുമായുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്നാണ് കാഫിറായിരിക്കുന്ന പിതാക്കളോട് പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് പറഞ്ഞത്. ദുനിയാവിന്റെ കാര്യത്തിൽ അവരുടെ മാനമര്യാദയ്ക്ക് വരവാണ് ഇസ്ലാം എന്നത്. ഈ സമൂഹത്തിൽ വീണ്ടും അനാവശ്യമായി എല്ലാവരും ഏതെങ്കിലും ഒരു മകൻ ഒരു പിതാവിനോട് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയാറില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമാനി എന്ന് പറഞ്ഞാൽ സ്വന്തം താവിന്റെ സ്വത്തും സമ്പത്തും സംരക്ഷണം സ്വീകരിക്കുന്നതിനും തിരിച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വാദിക്കാനുള്ളത്. ഞങ്ങളുടെ തെളിവ് ഈ പറഞ്ഞിരിക്കുന്ന തെളിവ് തന്നെയാണ്, ഞങ്ങൾക്കത് മതിയായ തെളിവുമാണ്. അപ്പൊ ഇസ്ലാമിലുള്ള തെളിവ് ഇവർക്ക് മാത്രം മതി നമ്മൾ പറയുന്നത്. ഒരു വിഷയത്തിൽ തെളിവ് പറയുമ്പോൾ രണ്ടു പക്ഷത്തും ബോധ്യപ്പെടണം, രണ്ടു പക്ഷം അംഗീകരിക്കുന്ന തെളിവായിരിക്കണം. ഖുർആനും സുന്നത്തും ഇജ്മാഉം ചെയ്യാത്തവണ് പ്രമാണം എന്ന് നേരത്തെ മുതൽ ആവർത്തിച്ച് പറഞ്ഞു. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞങ്ങളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെളിവ് ബാധകമാണ്, ഞങ്ങൾക്ക് ഈ തെളിവ് ബോധ്യപ്പെട്ടതാണ്. സുഹൃത്തെ, നിങ്ങൾക്ക് കുറെ ബോധ്യപ്പെട്ടാൽ മതിയോ ഇസ്ലാമിന്റെ കാര്യം? ഇസ്ലാമിന്റെ കാര്യം എല്ലാവർക്കും തെളിവാണല്ലേ? നിങ്ങൾക്ക് മാത്രം ഖുർആനുണ്ടോ? നിങ്ങൾക്ക് മാത്രം സുന്നത്തുണ്ടോ? നിങ്ങൾക്ക് മാത്രം ഇസ്ലാമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇസ്ലാമിൽ കേവലം ഇസ്ലാമാണെന്നാണ്. അങ്ങനെ ഇസ്ലാം നിങ്ങളുടെ ഇസ്ലാമിന് വേറെ ഖുർആന്, വേറെ സുന്നത്ത്, വേറെ ഇജ്മാഅ്, വേറെ ഖിയാസ്, വേറെ തെളിവ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി, ഞങ്ങൾക്ക് മതി എന്നാണോ നിങ്ങളുടെ നയം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും ഈ ചർച്ചയ്ക്കില്ല. അവ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമായിരിക്കണം പറയേണ്ടത്. പറയുന്ന തെളിവ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. ചുരുക്കത്തിൽ സദസ്സ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ തെളിവ് വളരെ ദുർബലമാണ്, വളരെ ബാധിതമാണ്. അത് അദ്ദേഹത്തിന് മാത്രം ബോധ്യപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിനും മുസ്ലിം ലോകത്തിനും അത് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ പിതാവിനെ കാഫിറാക്കുന്നില്ലെന്ന് പറഞ്ഞു, പിതാവിനെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാനതിന് മറുപടി നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിപ്പിക്കുകയാണ്. ഇന്നാനിന്റെ മുഹമ്മദ് എന്ന് എന്റെ പിതാവിനെ കൊല്ലൽ നിർബന്ധമാണ് എന്നത് മുജാഹിദ് പറയാനല്ല, മറിച്ച് എന്റെ പിതാവ് യാദൗഹിയാമുഹിയദ്ദീൻ എന്ന് വിളിക്കുന്ന ആളാണ്. അങ്ങനെ വിളിക്കുന്നവരെ കൊല്ലൽ നിർബന്ധമാണ്, അങ്ങനെ വിളിക്കുന്നവർ മുശ്രിക്കുകളാണ്, അങ്ങനെ വിളിക്കുന്നവർ ആയിരപ്പെട്ട കാഫിറുകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ പിതാവും പെട്ടു, നിങ്ങളുടെ ഉമ്മയും പെട്ടു, നിങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാരും പെട്ടു, നിങ്ങളുടെ കുടുംബാംഗങ്ങളും പെട്ടു, ഈ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരും പെട്ടു.